ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഗിരിയും ഭാനുമതിയൊക്കെ അവിടെ പോയി. അമ്മയ്ക്ക് രാവിലെ മുതൽ ചെറിയൊരു പനി. ഗിരീട്ടൻ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. ഗോപാൽജി ഇരിക്കും. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ സഞ്ജുവിന്റെ അടുത്തുനിന്ന് അകലം പാലിക്കാൻ. പക്ഷെ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നീ ആൾ കൊള്ളാലോടി. എന്ത് വൃത്തികേട് കാണിച്ചിട്ടാണെങ്കിലും മുകളിലോട്ട് കയറണമെന്ന് മാത്രമേ നീ ചിന്തിക്കുള്ളൂ. ശങ്കറിന് ഇങ്ങനെ ഒരു മകൾ എങ്ങനെയാ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ നിന്റെ ഈ ബുദ്ധി അതിറക്കിയ ആള് മാറിപ്പോയി. നീ എന്താടി വിചാരിച്ചേ? സഞ്ജുവിന്റെ 2-3 തുണിയില്ലാത്ത ഫോട്ടോ കാണിച്ച ഞാനങ്ങ് പേടിച്ച് വരണ്ടു പോകും. നീ തന്നെ ഫോട്ടോ എടുത്ത് അവനെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് ആ മണ്ടന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അയ്യോ ഗോപാൽജി, ഞാനല്ല ഫോട്ടോസ് എടുത്തത്. എന്റെ ഫോട്ടോസ് അയാൾ എടുത്തിരുന്നു. എന്നിട്ട് ആ ഫോട്ടോസ് എവിടെ? ആരെങ്കിലും കണ്ട പ്രശ്നമാവെന്ന് കരുതി ഞാൻ ഇപ്പൊ തന്നെ കത്തിച്ചു കളഞ്ഞു. അത് സൗകര്യമായല്ലോ. ഞാൻ പറയുന്നതും സത്യമാ ഗോപാൽജി. ഞാൻ ഒരിക്കലും സഞ്ജുവിനെ പറ്റിക്കില്ല. നിന്നെ കൊല്ലുന്നത് എനിക്ക് എത്ര എളുപ്പമാണെന്ന് നിനക്കറിയില്ല. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. ഇനി മുതല് എന്റെ മകന്റെ ജീവിതത്തില് നിനക്കൊരു സ്ഥാനമില്ല. അത് നീ മനസ്സിലാക്കിക്കോ. ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ താക്കീതാ. ഇനി സഞ്ജുവിന്റെ കാര്യത്തില് മേലാൽ നീ ഇടപെടരുത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചോ. ഇനി അതിബുദ്ധി എങ്ങാനും കാണിച്ച ഇനി ഒരു സംസാരമൊന്നും ഉണ്ടാവില്ല. തീർത്തുകളെ ഞാൻ. ഗോപാൽജി, എന്താ പ്രശ്നം? ദേ ഇവള് സഞ്ജുവിന്റെ കുറച്ച് വൃത്തികെട്ട ഫോട്ടോസ് എടുത്തു വെച്ചിട്ട് അവനെ ഭീഷണിപ്പെടുത്തുക. അവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അതൊക്കെ എടുത്ത് നെറ്റിലിടുന്നു. ദേ നിന്റെ അനിയത്തി ആയതുകൊണ്ട് മാത്രമാ ഞാനിവളെ വെറുതെ വിടുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നിനക്കെന്റെ സ്വഭാവം അറിയാലോ. ഇനി ഈ വിഷയത്തിന് വേണ്ടി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. അവളോട് എന്റെ മകന്റെ അടുത്ത് അകലം പാലിക്കാൻ പറഞ്ഞേക്ക്. പെണ്ണുങ്ങളായ കുറച്ചെങ്കിലും നാണം വേണം. ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകൾ നിനക്ക് എങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത്? എനിക്ക് ലക്ഷ്യമാണ് വലുത്, മാർഗമല്ല. വേണ്ട മോനെ, വേണ്ട. ഇവളെ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. നീ വാ. സുപ്രീ, എത്രയും പെട്ടെന്ന് സ്ഥിരം കാണുന്ന സ്ഥലത്ത് തന്നെ എത്തണം. എന്തിനാ വക്കീലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ? ഞാൻ ചെയ്തോളാം. അതൊന്നും വേണ്ടടോ. താനേ മര്യാദക്ക് പഠിച്ചാ മാത്രം മതി. താനേ അവിടുന്ന് പരീക്ഷ എഴുതിയപ്പോ കിട്ടിയതിനേക്കാൾ കൂടുതൽ മാർക്ക് ഇവിടെ എഴുതി കിട്ടുമെന്ന് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് നന്നായി പഠിച്ച് മഞ്ജുവിന് ഞാൻ കൊടുത്ത വാക്ക് തെറ്റിക്കാതിരുന്നാ മാത്രം മതി. ഓ ശരി ശരി.
അമ്മേ കണ്ണ് എന്തു പറ്റി? പൊടി വിടുന്നു തോന്നുള്ളൂ. ഞാൻ ഒതുത്തരാം. പതുക്കെ. പോയോ? പോയി. ആരോ വന്നിട്ടുണ്ട്. നല്ലൊരു റൊമാൻറ്റിക് മൂഡ് സെറ്റായി വന്നതാ. എല്ലാം തൊലച്ചു. ആരാണോ വന്നത്? മഹിമയ്ക്ക് ഒരു പാഴ്സൽ ഉണ്ടായിരുന്നേ. ഇവിടെ ഒപ്പിടണം. എവിടെ സൈൻ ചെയ്യണ്ടേ? ഇവിടെ. ഹലോ വക്കീലേ. ആഹാ, എന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലാക്കി കളഞ്ഞല്ലോ. ആ പെന്നെ മറന്നിട്ടില്ല. ഞാനും നിങ്ങളെ ഒന്നും മറന്നിട്ടില്ല. ഞാൻ അതിന് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഓക്കെ. നീയും ഗിരിയും എന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയത് എങ്ങനെ മറക്കാനാ? ഇത്രയും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച നിനക്ക് ഞാൻ പകരമായിട്ട് എന്തെങ്കിലും തരണ്ടേ? അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒരു സമ്മാനം അയച്ചിട്ടുണ്ട്. ആ ബോക്സ് അത് വന്ന ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. 5 മീറ്റർ ചുറ്റളവിൽ നിൽക്കുന്നവരെല്ലാം തീരും.